തലവേദന എങ്ങനെയുണ്ട്? നല്ല തലവേദനയുണ്ട്. ഇപ്പതാ തല കറക്കാൻ തുടങ്ങി. ഡോക്ടറെ അടുത്ത് പോകുന്ന ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. സാരമില്ല കൈലാഷ്, നിന്റെ പ്രണയം സക്സസ് ആവാൻ വേണ്ടി എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാ. ഇപ്പൊ തന്നെ കുറെ വൈകിയില്ലേ, ഒരു കാര്യം ചെയ്യ്. എന്നെ കുറിച്ച് ഓർക്കണ്ട, കൈലാഷ് എത്രയും വേഗം അമ്പലത്തിലേക്ക് ചെല്ല്. നിന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് ഞാൻ അങ്ങനെ പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ കാരണം നിനക്ക് ബുദ്ധിമുട്ടായി അല്ലേ കൈലാഷ്? ഞാൻ നിന്റെ കൂടെ വരാൻ പാടില്ലായിരുന്നു. മുക്തി എന്തൊക്കെയാ പറയുന്നേ? എന്റെ ആഗ്രഹം നടന്നു കിട്ടാൻ വേണ്ടിയല്ലേ നീ എന്റെ കൂടെ വരുന്നേ. വിളക്കെടുപ്പ് സക്സസ് ആവണമെങ്കിൽ കൂടെ നിന്റെ പ്രാർത്ഥന ഉണ്ടാവണമെന്നാ എന്റെ വിശ്വാസം. ഞാനൊരു 2 മിനിറ്റ് കാറിലിരിക്കട്ടെ. കേൾക്കാം. ഹലോ കൈലാഷ് സർ. പാർവതി, എന്റെ കൂടെ മുക്തയുണ്ട്. അമ്പലത്തിലേക്ക് വരുന്ന വഴി അവൾക്ക് നല്ല തലവേദന ഉണ്ടായി. ടാബ്ലറ്റും കഴിച്ച് കാറിലിരിക്കുക. അയ്യോ, ഞങ്ങൾ അവിടെ എത്താൻ വൈകുകയാണെങ്കിൽ നീ വിളക്കെടുക്കണം. അത് കഴിഞ്ഞിട്ട് പൂജയും മറ്റോ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഞാൻ പറയുന്നത് പാർവതിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് സർ. അവള് വിളക്കെടുക്കും, പൂജയും നടത്തും. പക്ഷെ പൂജയിൽ പങ്കെടുക്കുന്നത് നീയായിരിക്കില്ല, അവളുടെ ഗന്ധർവനായിരിക്കും. നിന്നോട് എനിക്ക് സഹതാപമുണ്ട് കൈലാഷ്. നീ എന്തിനാ പട്ടിക്കാട്ടുകാരെ പ്രണയിക്കാൻ പോയത്? അതുകൊണ്ടല്ലേ ഈ അപമാനവും വേദനയൊക്കെ സഹിക്കേണ്ടി വന്നത്.